ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ടെക്നീഷ്യൻ റിലേറ്റഡ് റിക്രൂട്ട്മെന്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം ടെക്നീഷ്യന്റെ റിലേറ്റ് ചെയ്ത് കുറേ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഐ ടി ഐക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ നിങ്ങളിത് എഫക്റ്റീവായിട്ട് നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാലോ ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് നല്ലൊരു സെക്ടറിൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പം ഇതിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതില് CSIR-ഉം സെൻട്രൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 23/2/2024 നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യാൻ. 28/3 ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുക. ഇതിൽ അഡ്വർടൈസ്മെന്റ് നമ്പർ വന്നിട്ട് 1/2024, 16/2/2024 ഇറങ്ങിയത്. 23 നിങ്ങൾ അപ്ലൈ വേണ്ടി പറ്റില്ല. 28 മാർച്ച് 28 ലാസ്റ്റ് ഡേറ്റ് എടുത്തത്. ഓക്കെ. CSIR CER. ഓക്കെ. അപ്പം ഇതില് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഉള്ളത് നമുക്ക് നോക്കാം. ടെക്നീഷ്യന്റെ കേസിൽ ടോട്ടൽ ഇത്രയും വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ. പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 19,900 തൊട്ട് 23,200 ലെവൽ 2 വരുന്നതാണ്. അപ്രോക്സിമേറ്റ്ലി 27,248 രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക. 28 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ. അപ്പോ ഓക്കെ, പോസ്റ്റിലേക്ക് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അണ്ടർസ്റ്റുഡ് 3, SC 2, ST 2, OBC 2, EWS 1. അപ്പം ഇതിൽ SSC ഒരു 10th പ്ലസ് ITI സർട്ടിഫിക്കറ്റ് ഒരു NTC ഇലക്ട്രീഷ്യൻ, അതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് അതിന്റെ ജോബ് റിക്വയർമെന്റ്. ഓക്കെ, ഇനി അടുത്ത എന്താ ഇലക്ട്രോണിക്സ് മെക്കാനിക്കിന്റെ കേസിലേക്കാണെങ്കിലോ അൺറിസർവ്ഡ് 3, SC 2, ST 2, OBC 1, EWS 1. ഓക്കെ. അപ്പോ NTC എന്താ ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. അല്ലെങ്കിൽ എന്താ 2 years ഫുൾ ടൈം എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതേപോലെ ടെക്നീഷ്യൻ COP ആണെങ്കിലോ NTCയും COP ആണ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവുക. OBC 1, PWBD 2, OH ബാർ 1, ID ബാർ MD 1, അങ്ങനെയാണ് PWBD 2. അപ്പൊ ഇതിൽ മെക്കാനിക് റെഫ്രിജറേഷന്റെ എയർ കണ്ടീഷനിങ്ങിന്റെ കേസിൽ അണ്ടർസ്റ്റുഡ് 2, SC 1, OBC 1. അപ്പോ NTC സർട്ടിഫിക്കറ്റ് ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ടെക്നീഷ്യൻ വെൽഡറിന്റെ കേസിൽ അണ്ടർസ്റ്റുഡ് 1, EWS 1. NTC എന്താ വെൽഡറിന്റെ കേസിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോ ഇതാണിത്. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താ റെക്കമെൻഡ് ബൈ ദ സ്ക്രീനിംഗ് കമ്മിറ്റി വിൽ ബി ഇൻവൈറ്റഡ് ഫോർ ദ trade test. Those who qualify in the trade test will be invited for competitive written examination. The final merit list will be prepared on the basis of the performance in the candidates in the competitive written examination. Mode of examination എന്ന് പറയുന്നത് OMR based or കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ എന്ന രീതിയിലാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചാൽ ബോത്ത് ഇംഗ്ലീഷും അതേപോലെ എന്താ ഹിന്ദിയിലും ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ SSC, അതായത് ITI ആണ് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. 150 ക്വസ്റ്റ്യൻസും 150 മിനിറ്റ്സുമാണ് ഡ്യൂറേഷൻ ഉണ്ടാവുക. അപ്പൊ ഇതിൽ പാർട്ട് 1 എന്ന് വെച്ചാൽ 1 അവറിനുള്ളിൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. മാക്സിമം മാർക്ക് 100 മാർക്സ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മാർക്കിന് എന്താ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് നെഗറ്റീവ് മാർക്കിംഗ് എന്ന ഇതിലില്ല. പിന്നെ പാർട്ട് 2 എന്ന് വെച്ചാൽ 30 മിനിറ്റ് ആണ്. 25 ക്വസ്റ്റ്യൻസ് 3 മാർക്കാണ് ഉണ്ടാവുക. 75 മാർക്ക് വരും. 25 ക്വസ്റ്റ്യൻസ് 3 മാർക്കാണ്. 75 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. 1/3 ആണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ. അപ്പൊ അത് 30 മിനിറ്റ്സ് ആണ്. 1 അവർ 30 മിനിറ്റ്സ് ആയി. ഇനി വീണ്ടും 1 അവർ കൺസേൺ സബ്ജക്ട്, ഏത് സബ്ജക്ട് ആണോ, ഇലക്ട്രീഷ്യൻ ആണോ ഇലക്ട്രോണിക് മെക്കാനിക് ആണോ, 50 ക്വസ്റ്റ്യൻസ് 150 മാർക്കാണ് മാക്സിമം. 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഏജ് ലിമിറ്റേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ നോർമൽ ഏജ് റിലാക്സേഷൻ ഉണ്ട് കറസ്പോണ്ടിങ് റിസർവേഷൻ കാറ്റഗറീസിന്. അപ്പോൾ 28 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 28 വൈകുന്നേരം 6 മണിയാണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ PDF എന്താ താഴെ കൊടുക്കാം. ഓക്കെ. അപ്ലിക്കേഷൻ ഫീ എത്ര? 100 രൂപയാണ്. അതെന്താ അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് എന്താ നമുക്ക് ഇവിടെ വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.